So next topic, storage organization. Okay, storage organization. How we organize the main memory. നമ്മൾ പറഞ്ഞു OSനോട് നമ്മൾ ഡിമാൻഡ് ചെയ്യും നമ്മളുടെ സോഴ്സ് ടെക്സ്റ്റിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ നമുക്ക് കുറച്ച് മെയിൻ മെമ്മറി വേണമെന്ന്. അപ്പോൾ മെയിൻ മെമ്മറീനെ നമുക്ക് OS തരുന്നു. അപ്പോൾ ആ മെയിൻ മെമ്മറീനെ തന്നിരിക്കുന്ന ബ്ലോക്ക് ഓഫ് മെമ്മറീനെ നമ്മൾ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് നോക്കാം. ഇതാണ് ഇഫ് ഇറ്റ് ഈസ് എ മെയിൻ മെമ്മറി മോഡ്. ഇതിനെ നമ്മൾ ഏതൊക്കെ ഒരു 4 പാർട്സ് ആക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കോഡ് എന്ന് പറയുന്ന ഏരിയ, സ്റ്റാറ്റിക് ഡാറ്റ എന്ന് പറയുന്ന ഏരിയ, സ്റ്റാക്ക് എന്ന് പറയുന്ന ഏരിയ, ഓൾസോ ഹീപ്പ് എന്ന് പറയുന്ന ഏരിയ. ഓക്കെ, അതിൻ്റെ ഇടയിൽ കുറച്ച് ഫ്രീ മെമ്മറിയും കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് ദ 1 2 3 4 ദിസ് ഈസ് ദി മെയിൻ ആയിട്ട് നമ്മൾ സെഗ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള മെയിൻ മെമ്മറിയിലെ ബ്ലോക്കുകളാണ് കോഡ്, സ്റ്റാറ്റിക് ഡാറ്റ, സ്റ്റാക്ക് ആൻഡ് ഓൾസോ ഹീപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, കോഡ് ഏരിയയിൽ എന്താണുള്ളത്? സ്റ്റോർ ദി ജനറേറ്റഡ് എക്സിക്യൂട്ടബിൾ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ ഈ ഒബ്ജക്റ്റ് കോഡിനെ അല്ലാന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് കോഡിനെ നമ്മൾ ലൈബ്രറി ഫയൽസിനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈബ്രറി ഫയൽസിനെ ഒരു സിംഗിൾ ഫയൽ ആക്കിയിട്ടാണ് നമ്മൾ ഇനി കമ്പൈലേഷന് ശേഷം ലിങ്കിങ്ങും ലോഡിങ്ങും ചെയ്യും. അപ്പം ഈ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു എക്സിക്യൂട്ടബിൾ ഫോമിലേക്ക് നമ്മൾ ആ ഒരു സോഴ്സ് ടെക്സ്റ്റിനെ മാറ്റുന്നത്. ഓക്കെ, ഇങ്ങനെ ലിങ്കർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫയലിനെയാണ് നമ്മൾ എക്സിക്യൂട്ടബിൾ ഫയൽ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അതിനെ .exe ഫോമിലുള്ള ഫയൽ ആയിരിക്കും നമ്മളുടെ കോഡ് എന്ന് പറയുന്ന ഈ ഒരു പോർഷനിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ സോഴ്സ് ടെക്സ്റ്റിനെ നമ്മളുടെ എക്സിക്യൂട്ടബിൾ കോഡായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ ഒരു എക്സിക്യൂട്ടബിൾ കോഡാണ് നമ്മളുടെ കോഡിൽ ഉണ്ടായിരിക്കുക, കോഡ് എന്ന് പറയുന്ന ഏരിയയിൽ ഉണ്ടായിരിക്കുക. സ്റ്റോർ ദി ജനറേറ്റഡ് എക്സിക്യൂട്ടബിൾ ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, ദെൻ സ്റ്റാറ്റിക് ഡാറ്റ ഏരിയ, രണ്ടാമത്തെ സ്റ്റാറ്റിക് ഡാറ്റ ഏരിയ എന്ന് പറയുന്ന ഏരിയയിൽ എന്താണ് ഡാറ്റ ലൊക്കേഷൻസ് അല്ലെങ്കിൽ ഓർ ഡാറ്റ ഒബ്ജക്ട്സ് അറ്റ് കമ്പൈൽ ടൈം. സ്റ്റാറ്റിക്കും ഡൈനാമിക്കും നമുക്കറിയാം. കമ്പൈൽ ടൈമിലുള്ള ഡാറ്റാസും അവിടെയുള്ള വേരിയബിൾസും അതിൻ്റെ മെമ്മറീസ് സ്റ്റാറ്റിക് മെമ്മറീസ് ഒക്കെ ആയിരിക്കും സ്റ്റാറ്റിക് ഡാറ്റ എന്ന് പറയുന്നത്. കമ്പൈൽ ടൈമിലുള്ളത് ഡൈനാമിക് ആയിരിക്കും. ഓക്കെ, ഇവിടെ സ്റ്റാറ്റിക് ഡാറ്റയിലുള്ള സെയിം റൺ ടൈം ആ ഒരു സമയത്തുള്ള സ്റ്റാറ്റിക് വേരിയബിൾസിനെയാണ് നമ്മളുടെ സ്റ്റാറ്റിക് ഡാറ്റ എന്ന് പറയുന്ന ഈ ഒരു പോർഷനിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, സ്റ്റാറ്റിക്കും ഉണ്ട്, ഗ്ലോബൽ വേരിയബിൾസും ഉണ്ട്. സ്റ്റാറ്റിക് വേരിയബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ കമ്പൈൽ ടൈമിൽ മാത്രമാണ് അതിനെ കൊണ്ടൊരു ഉപകാരമുള്ളൂ. വെറാസ് ഇൻ ദ കേസ് ഓഫ് ഗ്ലോബൽ വേരിയബിൾ ആണെങ്കിൽ ത്രൂ ഔട്ട് ദി പ്രോഗ്രാം നമുക്ക് അതിന് യൂസ്ഫുൾ ആവും. പക്ഷേ കമ്പൈൽ ടൈമിൽ സ്റ്റാറ്റിക് ഡാറ്റ എന്ന് പറയുന്ന ഡാറ്റ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. സോ ആ ഡാറ്റേൻ്റെ സ്റ്റോറേജിനെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ കൊടുക്കുന്നത്. ഓക്കെ, ദെൻ വാട്ട് ഈസ് സ്റ്റാക്ക്? സ്റ്റാക്ക് എന്ന് പറയുന്നത്, സ്റ്റാക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എക്സിക്യൂട്ടബിൾ കോഡിലുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും. ഈ ഒരുപാട് പ്രൊസീജിയേഴ്സ്, ഈ പ്രൊസീജിയേഴ്സിനെല്ലാം നമ്മൾ വിളിക്കുമ്പോൾ, ഈ പ്രൊസീജിയേഴ്സിനെ നമ്മൾ കോൾ ചെയ്യുമ്പോൾ ഓരോ പ്രൊസീജിയർക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ആക്ടിവേഷൻ റെക്കോർഡ്സ്, ആ പ്രൊസീജിയറിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ആക്ടിവേഷൻ റെക്കോർഡ് അവിടെ ജനറേറ്റ് ആവും. ഈ ആക്ടിവേഷൻ റെക്കോർഡിനെയാണ് നമ്മളുടെ സ്റ്റാക്കിൻ്റെ ടോപ്പിലേക്ക് പുഷ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ്. അപ്പം സ്റ്റോർ ആക്ടിവേഷൻ റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ സ്റ്റാക്കിലേക്ക് ആക്ടിവേഷൻ റെക്കോർഡാണ് സ്റ്റോർ ആവുന്നത്. ആക്ടിവേഷൻ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെനെവർ എ പ്രൊസീജിയർ ഇസ് ബീങ് കോൾഡ്, ഒരു പ്രൊസീജിയർ കോൾ ആവുന്ന സമയത്ത് ആ പ്രൊസീജിയറിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ വിച്ച് ഇസ് സ്റ്റോർഡ് അറ്റ് ദിസ് ആക്ടിവേഷൻ റെക്കോർഡ് ഈസ് ബീയിങ് പുഷ്ഡ് ഇൻ ടു ദി ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. ഓക്കെ, സ്റ്റാക്കിൻ്റെ ടോപ്പിലേക്കാണ് ഓരോ പ്രൊസീജിയറിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ അടങ്ങിയിട്ടുള്ള ഈ ആക്ടിവേഷൻ റെക്കോർഡിനെ നമ്മൾ പുഷ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ഹീപ്പ്? ഹീപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുറച്ചും കൂടി ഇഫക്റ്റീവായിട്ട് നമ്മൾ ആ സ്പേസിന് അല്ലെങ്കിൽ മെമ്മറിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വി സിംപ്ലി യൂസ് ഹീപ്പ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റോർ ഡൈനാമിക്കലി അലോക്കേറ്റഡ് ഡാറ്റ ഒബ്ജക്ട്സ് അറ്റ് റൺ ടൈം. ഓക്കെ, റൺ ടൈമിലുള്ള ഡൈനാമിക്കലി അലോക്കേറ്റഡ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ റൺ ടൈമിലാണ് നമുക്ക് ഡൈനാമിക്കലി അലോക്കേറ്റബിൾ ആയിട്ടുള്ള ഡാറ്റ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ മെമ്മറി ഉണ്ടായിരിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ചും കൂടി ഇഫക്റ്റീവായിട്ട് നമ്മൾ ആ മെമ്മറീനെ ഒന്ന് അലോക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹീപ്പ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് നമ്മളുടെ മെയിൻ മെമ്മറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിനാണ് സ്റ്റോറേജ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം എന്താണ് സ്റ്റോറേജ് ഓർഗനൈസേഷനിൽ? റൺ ടൈം സ്റ്റോറേജ്. അപ്പോൾ നമ്മൾ ഇനി കമ്പൈൽ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ റൺ ടൈം എൻവയോൺമെൻറ്റും റൺ ടൈമിൽ കാണപ്പെടുന്ന എക്സിക്യൂട്ടബിൾ കോഡും അതിൻ്റെ പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ടുള്ള ആക്ടിവേഷൻ റെക്കോർഡും അങ്ങനെയൊക്കെയാണ് ഇനി ലിങ്ക് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, റൺ ടൈമിലെത്തി, റൺ ടൈമിൽ കോഡ് എക്സിക്യൂട്ടബിൾ കോഡ്സിലെത്തി, ആ കോഡുകളിൽ ഉണ്ടാവുന്ന ഡിഫറെൻറ്റ് പ്രൊസീജിയേഴ്സ് എടുത്തു, ആ പ്രൊസീജിയേഴ്സിനെ നമ്മൾ വിളിക്കുമ്പോൾ ഉണ്ടാവുന്ന ആക്ടിവേഷൻ റെക്കോർഡാണിത്. ഈ ആക്ടിവേഷൻ റെക്കോർഡിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ റൺ ടൈം സ്റ്റോറേജിൽ എന്താണ് ഈ പറഞ്ഞത് തന്നെ, ജനറേറ്റഡ്
executable code. Generated executable code, static data object, then second one is static data objects, then dynamic data objects, static, then runtime dynamic data objects heap ഉണ്ടായിരിക്കും, and automatic data objects സ്റ്റാക്കിൽ അല്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രൊസീജിയേഴ്സ് ആ സമയത്ത് വിളിക്കുന്ന അപ്പോഴുള്ള പ്രൊസീജിയേഴ്സിൻ്റെ ആക്ടിവേഷൻ റെക്കോർഡുകൾ ഓരോ സമയത്തും ഓരോരോ പ്രൊസീജിയേഴ്സിനെ വിളിക്കുന്ന അനുസരിച്ച് അതായിരിക്കും സ്റ്റാക്കിൻ്റെ ടോപ്പുകളിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, ദെൻ വാട്ട് ഈസ് ആക്ടിവേഷൻ റെക്കോർഡ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതൊരു ലിഫോ സ്ട്രക്ചറിലാണ് നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോൾ ഇവിടെ ഒരു മെയിൻ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ, ഇൻ ദിസ് കേസ് നമ്മളൊരു മെയിൻ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളുടെ മെയിനിനെ പുഷ് ചെയ്യും, ദെൻ റീഡറിനെ പുഷ് ചെയ്യും, ക്വിക്ക് സോർട്ടിനെ പുഷ് ചെയ്യും. അപ്പം ക്വിക്ക് സോർട്ടിനെ നോക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം ആക്ടിവേഷൻ റെക്കോർഡ്സിനെ നമ്മളുടെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. അതായത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അപ്പോൾ ഏറ്റവും മുകളിൽ ഉണ്ടായിരിക്കുക ലാസ്റ്റ് ആയിരിക്കുന്ന ആളാണ്. ഓക്കെ, അതാണ് ഒരു ലിഫോ സ്ട്രക്ചറിലാണ് നമ്മൾ ആക്ടിവേഷൻ റെക്കോർഡ്സിനെ പുഷ് ചെയ്യുന്നത്. ഓക്കെ, ഒരു കൺട്രോൾ സ്റ്റാക്ക്, നമ്മൾ ആ ഒരു ഈ പെർട്ടിക്കുലർ സ്റ്റാക്ക് എന്ന് പറയുന്ന ഏരിയയിൽ എന്തുണ്ടായിരിക്കും, ഒരു അപ്പം വിളിക്കുന്ന ലൈവ് ആക്ടിവേഷൻ ഹാസ് എ ആക്ടിവേഷൻ റെക്കോർഡ് ഓൺ കൺട്രോൾ സ്റ്റാക്ക്. ഓരോ പ്രാവശ്യം വിളിക്കുന്ന സമയത്തുള്ള ലൈവായിട്ടുള്ള ആക്ടിവേഷൻ റെക്കോർഡ്സുകൾ അല്ലെങ്കിൽ ലൈവായിട്ടുള്ള പ്രൊസീജിയേഴ്സ്, എന്തിനാണോ വിളിച്ചത് ആ പ്രൊസീജിയേഴ്സാണ് നമ്മളെ കൺട്രോൾ സ്റ്റാക്കിൽ ഉണ്ടായിരിക്കുക. ആക്ടിവേഷൻ റെക്കോർഡ്സ് നമ്മൾ ഡിഫറെൻറ്റ് സെക്ഷൻസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വാട്ട് ആർ ദി സെക്ഷൻസ് ദർ? ഫ്രം ടോപ്പ് ഇറ്റ് ഈസ് റിട്ടേൺഡ് വാല്യൂ, ആക്ച്വൽ പാരാമീറ്റേഴ്സ്, ഓപ്ഷണൽ controlling, optional access link, saved machine status, local data, temporaries. അപ്പോൾ ഇങ്ങനെ കുറച്ച് ആക്ടിവേഷൻ റെക്കോർഡിനെ നമുക്കിങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 7 എന്താണ് ആക്ടിവേഷൻ റെക്കോർഡുകൾക്ക് ഇത്രയും ഏരിയകളുണ്ട്. ഓക്കെ, അപ്പം ഏതൊക്കെ ഏരിയകളിൽ ആക്ടിവേഷൻ റെക്കോർഡ്സിൻ്റെ വാല്യൂസ് എന്തായിരിക്കും, അല്ലെങ്കിൽ ആക്ടിവേഷൻ റെക്കോർഡിൻ്റെ എന്തൊക്കെയാണ് ഓരോ സെക്ഷനിലും ആക്ടിവേഷൻ റെക്കോർഡ് എന്ന് പറയുന്നതിൻ്റെ എന്താണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ നമുക്ക് ഫ്രം ദി ബോട്ടം വി ക്യാൻ സ്റ്റാർട്ട്. ടെമ്പററീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പ്രഷൻ ആണ്. നമ്മൾ ഒരു കോഡ്, നമ്മൾ എക്സിക്യൂട്ടബിൾ കോഡിലുള്ള ഒരു എക്സ്പ്രഷൻ ആണെന്നുണ്ടെങ്കിൽ ആ എക്സ്പ്രഷൻ്റെ ഇവാലുവേഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് വാല്യൂസ് അല്ലെങ്കിൽ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന വാല്യൂ ആണ് ടെമ്പററീസിൽ കുറച്ച് വാല്യൂ ജനറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു വാല്യൂ 2 വാല്യൂ ജനറേറ്റ് ചെയ്യും. ആ വാല്യൂസിനെയാണ് ഇവിടെ സ്റ്റോർ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, അതാണ് ടെമ്പററീസ് എന്ന് പറയുന്നത്, ഇവാലുവേഷൻ ഓഫ് എക്സ്പ്രഷൻ. ഓക്കെ, ഓരോ പ്രാവശ്യം നമ്മൾ ആ വേരിയബിളിൻ്റെ വാല്യൂസ് മാറുന്നതിനനുസരിച്ച് ഇവിടെ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ ടെമ്പററീസ് എന്ന് പറയുന്നത്. ഓക്കെ, ലോക്കൽ ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്? ലോക്കൽ ഡാറ്റ ടു ആൻ എക്സിക്യൂഷൻ ഓഫ് എ പ്രൊസീജിയർ. ഒരു പ്രൊസീജിയറിൻ്റെ ഉള്ളിൽ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ലോക്കലായിട്ട് അവൈലബിൾ ആവുന്ന ഡാറ്റാസ്, നോട്ട് ഗ്ലോബൽ വേരിയബിൾ. ഓക്കെ, ആ ഒരു ടൈപ്പ് ഡാറ്റൻ്റെ വാല്യൂസ് സ്റ്റോർ ചെയ്തിരിക്കുന്നതാണ് ലോക്കൽ ഡാറ്റ എന്ന് പറയുന്നത്. സേവ്ഡ് മെഷീൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രൊസീജിയറിനെ വിളിച്ചു, ആ ഒരു പ്രൊസീജിയറിൻ്റെ തുടക്കം മുതൽ ആ ഒരു പ്രൊസീജിയർ തുടങ്ങി, അല്ലെങ്കിൽ ആഡ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിനെ നമ്മൾ വിളിക്കുന്നത്, ആഡ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിനെ വിളിച്ചു, ആ ഒരു ആഡ് എന്ന് പറയുന്ന പ്രൊസീജിയർ സ്റ്റാർട്ടായി, എന്നിട്ട് ഇവിടെ ആഡ് എന്ന് പറയുന്നതിൻ്റെ ഒരു സം എന്ന് പറയുന്നത് എസ്സിൽ ഉണ്ടായിരിക്കും. ഈ സമ്മിനെയാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ഈ സമ്മിനെ ഒരു ഇൻറ്റ് ആയിട്ടാണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ സമ്മിന് റിട്ടേൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രൊസീജിയറിൻ്റെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ റിട്ടേൺ ചെയ്യണം. അപ്പം സ്റ്റാറ്റസ്, സേവ്ഡ് മെഷീൻ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ആഡ് എന്ന് പറയുന്ന പ്രൊസീജിയർ വിളിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്താണ് ഇത് റിട്ടേൺ ചെയ്തത് കഴിഞ്ഞതിന് ശേഷം ഉള്ള പ്രോഗ്രാം കൗണ്ടറും രജിസ്റ്റേഴ്സിലും എല്ലാം എന്താണ് കൺട്രോൾ റിട്ടേൺ കഴിഞ്ഞതിന് ശേഷം എന്ത് സേവ് ആവണം, എന്താണ് റീസ്റ്റോർ ചെയ്യപ്പെടണം ആ വാല്യൂസ്. അതായത് പ്രൊസീജിയർ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എന്താണ് നമ്മളുടെ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ ഹോൾഡായി നിൽക്കും. ഓക്കെ, ഈ പ്രൊസീജിയർ തുടങ്ങി പ്രൊസീജിയർ കഴിഞ്ഞ് വീണ്ടും റിട്ടേൺ ചെയ്ത് വരുമ്പോൾ ഈ മെമ്മറി രജിസ്റ്ററിൽ അല്ലെങ്കിൽ അവിടെയുള്ള ഒരു മെമ്മറിയാണ് ഈ റിട്ടേൺ ചെയ്തതിന് ശേഷമുള്ളതിനെ റീസ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഹോൾഡ് ഇൻഫോ അബൌട്ട് പ്രോഗ്രാം കൗണ്ടർ ആൻഡ് രജിസ്റ്റർ. ഈ സേവ്ഡ് മെഷീൻ സ്റ്റാറ്റസിലുള്ളത് എന്തായിരിക്കും, ഏത് രജിസ്റ്റർ ആണോ അല്ലെങ്കിൽ ഏത് മെമ്മറി പ്രോഗ്രാം കൗണ്ടറിലാണോ പോയിന്റ് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴാണ് റീസ്റ്റോർ ചെയ്യേണ്ടത്, ആ കൺട്രോൾ കഴിഞ്ഞ് അല്ലെങ്കിൽ റിട്ടേൺ പ്രൊസീജിയർ കഴിഞ്ഞു, സ്റ്റാർട്ട് ചെയ്തു, പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം എന്താണ് വീണ്ടും കൺട്രോൾ അവർക്ക് തിരിച്ച് വീണ്ടും ആ മെമ്മറിയിലേക്ക് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സേവ്ഡ് മെഷീൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അതായത് ആക്ടിവേഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവിടെ ഒരു മെമ്മറി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, കാരണം അവർക്ക് തിരിച്ചു വരുമ്പോൾ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ വാല്യൂസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന അതിനെക്കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഏരിയയാണ് സേവ്ഡ് മെഷീൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ദെൻ ആക്സസ് ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആക്ടിവേഷൻ റെക്കോർഡിൽ നമ്മളിപ്പോൾ നെസ്റ്റഡ് ആയിട്ട് ഒരുപാടെണ്ണത്തിനെ വിളിക്കുമ്പം ആഡിൻ്റെ ഉള്ളിൽ നമ്മൾ വീണ്ടും ബി എന്ന് പറയുന്ന വേറൊരു പ്രൊസീജിയറിനെ വിളിച്ചു. അപ്പം ഇത് ആക്ടിവേറ്റഡ് ആയി, ഇത് വിളിച്ചിട്ട് ഇവിടെ എത്തുമ്പോൾ ഇത് ആക്ടിവേറ്റഡ് ആയി, ഇതിൻ്റെ ഉള്ളിൽ വേറെ നെസ്റ്റഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആക്ടിവേറ്റഡ് ആവും. അപ്പം ഇവിടെ ഉള്ള എന്താണ് റെഫറൻസ് നമുക്ക് ഈ ഒരു കൺട്രോളിൽ അല്ലെങ്കിൽ ഇവിടെ ആക്ടിവേറ്റ് ഉള്ള ഈ പ്രൊസീജിയറിൻ്റെ ഉള്ളിലുണ്ടാവും നമ്മളുടെ മെയിൻ ആയിട്ടുള്ള എവിടെ നിന്നാണോ നമ്മളുടെ ആക്ടിവേഷൻ തുടങ്ങിയത് ഇതിനെക്കുറിച്ചിട്ടുള്ള റെഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിനെക്കുറിച്ച് ഈ ഒരു സി എന്ന് പറയുന്ന പ്രൊസീജിയറിൻ്റെ ആക്ടിവേഷൻ റെക്കോർഡിൽ ഉണ്ടാവും ആഡ് എന്ന് പറയുന്നതിൻ്റെ ആക്ടിവേഷൻ റെക്കോർഡിലുള്ള ഇൻഫോ എന്തെങ്കിലും. ഓക്കെ, റെഫർ നോൺ ലോക്കൽ ഡാറ്റ ഹെൽഡ് ഇൻ അതർ ആക്ടിവേഷൻ റെക്കോർഡ്സ്. അപ്പം ഇതിൻ്റെ സി എന്ന് പറയുന്നതിൻ്റെ ആക്ടിവേഷൻ റെക്കോർഡുകളിൽ ഉണ്ടാവും, ആഡ് എന്ന് പറയുന്നതിൻ്റെ ആക്ടിവേഷൻ റെക്കോർഡിൻ്റെ റെഫറൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടാവും. അതായത് ആക്സസ് കിട്ടുക, അല്ലെങ്കിൽ എവിടെ നിന്നാണോ തുടങ്ങിയത് അതിലേക്കുള്ള ഒരു ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പ്രൊസീജിയേഴ്സിന് ഒരു റെഫറൻസ്, ഓൾറെഡി മെയിൻ ആയിട്ടുള്ള ആക്ടിവേഷൻ തുടങ്ങുന്ന പ്രൊസീജിയറിൻ്റെ റെഫറൻസ് ഇവിടെ ഇതിൻ്റെ ഉള്ളിലുള്ള പ്രൊസീജിയേഴ്സിൻ്റെ ആക്ടിവേഷൻ റെക്കോർഡുകളിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ കൺട്രോൾ ലിങ്ക് എന്ന് പറയുന്നത് പോയിന്റ്സ് ടു ദി ആക്ടിവേഷൻ റെക്കോർഡ് ഓഫ് ദി കോളർ. ഏത് കോളറാണോ അല്ലെങ്കിൽ ആരാണോ പ്രൊസീജിയർ വിളിച്ചത് അങ്ങോട്ടുള്ള ഒരു കൺട്രോൾ ആക്ടിവേഷൻ പ്രൊസീജിയറിലേക്കിൻ്റെ ആക്ടിവേഷൻ റെക്കോർഡിലേക്ക് പോയിന്റ് ചെയ്യുക. ഓക്കെ, ആക്ച്വൽ പാരാമീറ്റേഴ്സും ഫോർമൽ പാരാമീറ്റേഴ്സും നിങ്ങൾക്കറിയാം. ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വാല്യൂസ് ആണോ നമ്മൾ ആ ഒരൊറ്റ ടൈം കൊടുക്കുന്നത്, ദാറ്റ് ഈസ് ആക്ച്വൽ പാരാമീറ്റേഴ്സ്. അങ്ങനത്തെ പാരാമീറ്റേഴ്സ് അയക്കുന്നതിനാണ് സപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഇൻഫോ, അതിൻ്റെ വാല്യൂസ് ആണ് ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ബ്ലോക്കിൽ ഉണ്ടായിരിക്കുക. ദെൻ റിട്ടേൺഡ് വാല്യൂ അല്ലെങ്കിൽ നമ്മൾ പ്രൊസീജിയർ തുടങ്ങി അതിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ആണ് റിട്ടേൺഡ് വാല്യൂ എന്ന് പറയുന്ന ഈ ബ്ലോക്കിൽ ഉണ്ടായിരിക്കുക. ദിസ് ഈസ് വാട്ട് വി കോൾ ഇറ്റ് ആസ് ആക്ടിവേഷൻ റെക്കോർഡ്സിനെ കുറിച്ച് ഇതാണുള്ളത്. ആക്ടിവേഷൻ റെക്കോർഡ്സ് കുറച്ച് ഏരിയാസ് ഉണ്ട്. റിട്ടേൺഡ് വാല്യൂ, ആക്ച്വൽ പാരാമീറ്റേഴ്സ്, ഓപ്ഷണൽ, കൺട്രോളിംഗ്, ആക്സസ് ലിങ്ക്, സേവ്ഡ് മെഷീൻ സ്റ്റാറ്റസ്, ലോക്കൽ ഡാറ്റ, ടെമ്പററീസ്. അപ്പോൾ ഓരോന്നും എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? മെയിൻലി ഫോർ നമ്മൾ ആക്ടിവേഷൻ എന്ന് പറയുന്നത്. ആക്ടിവേഷൻ റെക്കോർഡ് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് പ്രൊസീജിയർ ആണ്. പ്രൊസീജിയറിനെ കുറിച്ചിട്ടുള്ള ഇൻഫോ ആണ്. പ്രൊസീജിയറിനെ കോൾ ചെയ്യുമ്പോൾ ആക്ടിവേഷൻ റെക്കോർഡ് അവിടെ ഉണ്ടാവുന്നു. അപ്പോൾ ആക്ടിവേഷൻ റെക്കോർഡിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉണ്ടാവും, ആ റെക്കോർഡിൽ നിന്ന് അടുത്ത റെക്കോർഡിലേക്കുള്ള ലിങ്ക് എങ്ങനെ, അല്ലെങ്കിൽ ആ റെക്കോർഡിനെ കുറിച്ചിട്ടുള്ള ഇൻഫോ നമ്മൾ സ്റ്റോർ ചെയ്യാനൊരു മെമ്മറി. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഓരോരോ സെക്ഷനുകളിൽ നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ നമുക്കൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ സ്റ്റോറേജ് ഓർഗനൈസേഷനെ കുറിച്ചിട്ടുള്ളതാണ്. സോ നിങ്ങൾ മെയിൻ മെമ്മറിനെ കുറിച്ച്, മെയിൻ മെമ്മറിൻ്റെ എങ്ങനത്തെ ഡിഫറൻസിയേഷൻ എഴുതണം, ഏതൊക്കെയാണ് സെക്ഷൻസ് എന്ന് എഴുതണം, അതിലൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നു എന്ന് എഴുതണം. ദെൻ ഓൾസോ ആക്ടിവേഷൻ റെക്കോർഡ്സിനെ കുറിച്ചും നമ്മൾ അതിൽ എഴുതിയാൽ മാത്രമേ എക്സ്പ്ലെയിൻ സ്റ്റോറേജ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവുള്ളൂ. മെയ് 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്.